നമസ്കാരം. SFI DYFI സംഘടനകൾ പൂട്ടൽ ഭീഷണിയിൽ. പോലീസിനെ ഇനി ഞങ്ങൾ കുരുക്കും. പോലീസ് നടപടിക്ക് പ്രവർത്തകരും നേതാക്കളും വിധേയമായാൽ ഉടൻ തന്നെ കോടതിയെ സമീപിച്ച് കേസ് കൊടുക്കാനും ഇനി അഥവാ ഒരിക്കൽ കൂടി ഭരണത്തിൽ വന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം നടപടിക്ക് വിധേയമാക്കാനും പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ് SFIയും DYFI സംഘടനകളൊക്കെ. ഇപ്പോൾ MR അജിത് കുമാറിന് 8ൻ്റെ പണി ഇപ്പോഴത്തെ UDF സർക്കാർ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത ഈ സംഘടനകൾക്കും ഉണ്ടായത് എന്നുള്ളതാണ്. പോലീസിനെ പൂട്ടാനുള്ള കുരുക്കുമായിട്ടാണ് SFIയും DYFIയും ഒക്കെ ഇനി വരുന്നത്. കുരുക്കൽ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഈ സംഘടനകൾ. പോലീസിനെ കുരുക്കുന്ന നീക്കവുമായിട്ട് SFIയും DYFI സംഘടനകൾ രംഗത്തെത്തുന്നത് പ്രക്ഷോഭ രംഗത്തുള്ള പ്രവർത്തകരെ ഇനി കേരള പോലീസ് മർദ്ദിച്ചാൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ SFIയും DYFI സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കീഴ്ഘടകങ്ങൾക്ക് ഉടൻ നൽകുമെന്നാണ് ലഭിക്കുന്ന സൂചന. ഇടതുപക്ഷ ഭരണകാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച ഗൺമാനും സുരക്ഷാ ജീവനക്കാരും ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികളാക്കി പോലീസ് കേസെടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ UDF ഭരണകാലത്ത് പോലീസ് നടപടി ഉണ്ടായാൽ കോടതി വഴി കേസ് ഫയൽ ചെയ്തിടുകയും പിന്നീട് ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോൾ പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുക എന്നതാണ് ഇവരുടെ പുതിയ അജണ്ട എന്ന് പറയപ്പെടുന്നത്. പോലീസ് സേനയുടെ മനോവീര്യം തകർക്കുന്ന നീക്കമാണിത്. UDF സർക്കാരിന് വേണ്ടി വഴിവിട്ട ഇടപെടൽ നടത്തുന്ന IPS ഉദ്യോഗസ്ഥർ അവർ റിട്ടയർ ചെയ്താലും നിയമ നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് ഭാവിയിൽ കാര്യങ്ങൾ നീങ്ങുമെന്നാണ് ഒരു മുതിർന്ന CPM കേന്ദ്ര കമ്മിറ്റി അടക്കം ഇതിനെ വ്യക്തമാക്കിയിരിക്കുന്നത്. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത വിഷയത്തിൽ തൽക്കാലം പ്രതികരിക്കുന്നില്ല എങ്കിലും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ UDF സർക്കാരിന് വേണ്ടി വിടുവേല ചെയ്യുന്ന ഉദ്യോഗസ്ഥരും അനുഭവിക്കുമെന്ന മുന്നറിയിപ്പാണ് CPM നേതൃത്വം ഇതിലൂടെ നൽകുന്നത്. പിണറായി വിജയൻ്റെ ഗൺമാൻ അനിൽകുമാർ, പോലീസുകാരായിട്ടുള്ള S സന്ദീപ്, അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനമാണ് ഉണ്ടായത് എന്നും ശക്തമായിട്ടുള്ള വകുപ്പ് തല നടപടി വേണമെന്നും ഇവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടിൽ SIT ശുപാർശ ചെയ്യുകയും ചെയ്തു. ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കുറ്റങ്ങളും ചുമത്തിക്കഴിഞ്ഞു. VIP സുരക്ഷയുടെ ഭാഗമായിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം മാത്രമാണ് തങ്ങൾ നടത്തിയത് എന്നാണ് പ്രതികളാക്കപ്പെട്ടവരുടെ വാദം. കേസിന് പിന്നിൽ രാഷ്ട്രീയ വ്യക്തിവിരോധമാണ് എന്നും ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനത്തിന് നേരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിച്ചെടുക്കുകയും വാഹനത്തിൽ ഇടിക്കുകയും ചെയ്തു. Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിയുടെ ജീവന് ഭീഷണി ഉണ്ടായ സാഹചര്യത്തിലാണ് ഇടപെട്ടത് എന്നും നടന്നത് ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണം മാത്രമാണ് എന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ വാദിക്കുന്നുണ്ട്. പക്ഷേ ഈ വാദം തന്നെയാണ് CPM നേതൃത്വവും മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത്. സസ്പെൻഷനിലായിട്ടുള്ള അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് സസ്പെൻഷൻ ആനുകൂല്യം പോലും തടയപ്പെട്ടതായിട്ടുള്ള ആരോപണമടക്കം പാർട്ടിയും മുന്നോട്ട് വയ്ക്കുന്നു. ഇടതുപക്ഷം ഭരിച്ച കാലത്ത് ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ പകവീട്ടാൻ നിന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നാണ് CPM നേതൃത്വം ചോദിക്കുന്നത്. MA ബേബി മുതൽ പുതിയ തലമുറയിലെ SFI DYFI നേതാക്കൾ വരെ പോലീസ് അതിക്രമത്തിന് ഇരയായവരാണ്. AKG സെൻറ്ററിന് മുന്നിൽ വെച്ചാണ് പണ്ട് MA ബേബിയുടെ വായിൽ IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള രാജേഷ് ദിവാൻ കല്ലടിച്ച് കയറ്റിയത്. കേരള സർവകലാശാല ചെയർപേഴ്സണായിരുന്ന ഗീനാകുമാരിക്ക് നേരെ അതിക്രമം നടത്തിയതും IPS ഉദ്യോഗസ്ഥനായിട്ടുള്ള റഷിര സിംഗ് ആണ്. അതുപോലെ തന്നെ തിരുവനന്തപുരം കമ്മീഷണറായിക്ക് യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് വെടിവയ്പ് നടത്തിയതും SFI നേതാക്കളെ തിരഞ്ഞുപിടിച്ച് നേരിട്ട് ആക്രമിക്കുകയും ചെയ്ത മറ്റൊരു IPS ഓഫീസറാണ് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന രാജൻ സിംഗ്. CPM അങ്കമാലി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ കൈകാര്യം ചെയ്തത് അന്ന് ആലുവ റൂറൽ SP ആയിരുന്ന യതീഷ് ചന്ദ്രയാണ്. നെടുമങ്ങാട് ASP ട്രെയിനി ആയിരിക്കെ സുജിത് ദാസും നേരിട്ടാണ് പോലീസ് നടപടിക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഈ പട്ടിക ഇനിയും നീളും. ഭരണം മാറിയപ്പോൾ ഇവരെയൊന്നും കേസിൽപ്പെടുത്താനോ സസ്പെൻഡ് ചെയ്യുവാനോ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. SFI നേതാവായിരിക്കെ A റഹീം അടക്കമുള്ള നേതാക്കളെ ക്രൂരമായിട്ട് മർദ്ദിച്ച തിരുവനന്തപുരം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന രാജ്പാൽ മീണയെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കോഴിക്കോട് കമ്മീഷണറായും കണ്ണൂർ റേഞ്ച് DIG ആയിട്ടാണ് നിയമിച്ചിരുന്നത് എന്നതും UDF ഓർക്കേണ്ടതാണ്. യതീഷ് ചന്ദ്ര ഉൾപ്പെടെ മുൻപ് സൂചിപ്പിച്ച എല്ലാ IPSകാരും ഇടതുപക്ഷ ഭരണകാലത്ത് പ്രധാന തസ്തികകളിൽ ചുമതല നൽകിയിട്ടുമുണ്ട്. ഔദ്യോഗിക ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അതിരുകടന്ന പ്രവൃത്തി ഇവരെല്ലാം നടത്തിയിട്ട് പോലും അതിനെ ആ രൂപത്തിൽ സമീപിക്കാതെ മാന്യമായി തന്നെയാണ് ഇടതുപക്ഷ സർക്കാരുകൾ പെരുമാറിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മാന്യത BD സതീശൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാത്തതാണ് ഇപ്പോൾ CPM നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്.
സമരമുഖത്തിറങ്ങുന്ന പ്രവർത്തകരും നേതാക്കളും പോലീസ് നടപടിക്ക് വിധേയമായാൽ അടിക്കുന്ന പോലീസുകാരെ മാത്രമല്ല, അതിന് നേതൃത്വം കൊടുക്കുന്ന സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികളാക്കി കേസുകൾ ഫയൽ ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് SFIയും DYFIയും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇവരൊന്നും സർവീസിൽ കാണില്ല എന്നും CPM നേതൃത്വം യുവജന വിദ്യാർത്ഥി നേതാക്കൾക്ക് ഇപ്പോൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും ഓഫീസിൻ്റെ നിർദ്ദേശപ്രകാരം തെരുവിലിറങ്ങുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇടതുപക്ഷ പ്രവർത്തകർക്ക് നേരെ നീങ്ങുന്നതിന് മുൻപ് ഇനി എന്തായാലും 2 വട്ടം ആലോചിക്കുന്നത് നല്ലതായിരിക്കും. പോലീസ് നടപടിക്ക് പ്രവർത്തകരും നേതാക്കളും വിധേയമായി കഴിഞ്ഞാൽ ഉടൻ കോടതിയെ സമീപിച്ച് കേസ് കൊടുക്കുവാനും ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം നടപടിക്ക് വിധേയമാക്കാനുമുള്ള വലിയ പദ്ധതികളുമായിട്ട് SFIയും DYFI സംഘടനകൾ രംഗത്തെത്തുമ്പോൾ അതെന്തുകൊണ്ടാണ് എത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. കാരണം MR അജിത് കുമാറിന് കിട്ടിയ 8ൻ്റെ പണി അതിപ്പോഴത്തെ UDF സർക്കാർ കൊടുത്തപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത ഈ DYFIയുടെയും SFIയുടെയും ഒപ്പം തന്നെ CPMൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായത്. വലിയ കുരുക്കൽ ഭീഷണിയാണിപ്പോൾ ഈ സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. കാരണം പോലീസിനെ ഇനി ഞങ്ങൾ കുരുക്കുമെന്നും SFI DYFI സംഘടനകൾ ഒരു പൂട്ടൽ ഭീഷണി എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് ആരെ പൂട്ടുന്നത്, പോലീസിനെ പൂട്ടുന്ന പൂട്ടൽ ഭീഷണിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിലെത്രത്തോളം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയാം. അധികാരം ലഭിച്ചാൽ ഇവരാരും അധികാരത്തിലുണ്ടാകില്ല എന്ന് പറയപ്പെടുമ്പോൾ ഇനി ഇവർക്ക് അധികാരം ലഭിക്കുമോ എന്നുള്ളതാണ് കാണേണ്ടത്.